ഈ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈൽ. ഇത് ഇറാനിൽ ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ഖര ഇന്ധനം ഉപയോഗിച്ച്, സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. ഇത് IRGC വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ഒരു സംവിധാനമാണ്. ഇത് 2022 ഈ ഖൈബർ ഷേക്കൻ മിസൈലുകൾ IRGC പുറത്തിറക്കുന്നത്. അത് ഈ സോളിഡ് ഫ്യൂവൽ അല്ലെങ്കിൽ ഖര ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാർഹെഡ് എന്ന നിലയിൽ അതിന് അതിനൂതനമായ സാങ്കേതിക സംവിധാനമുണ്ട്. അതിൻ്റെ മെന്യൂറബിൾ കപ്പാസിറ്റി എന്നത് തന്നെ വളരെ ആകർഷണീയമാണ്. അതുപോലെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മിസൈൽ എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ്. അത് 1450 കിലോമീറ്ററുകൾ താണ്ടി അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ള ഒരു ആയുധം എന്ന നിലയിൽ കൂടി അത് ശ്രദ്ധേയമാണ്. ഇത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇറാൻ നേരത്തെ കൂട്ടി ഡെവലപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആയുധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 11 മീറ്റർ നീളവും 76 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉള്ള 6.3 ടൺ വരുന്ന ഒരു മിസൈൽ സംവിധാനം. അതിൻ്റെ വാർഹെഡ് ഏതാണ്ട് 550 കിലോഗ്രാമാണ്. സ്വാഭാവികമായും അങ്ങനെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഈ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈലിന് അങ്ങോട്ടേക്ക് ടെലവീവിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു നാശനഷ്ടം വിതയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ മിഡിൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ പട്ടികയിൽ വരുന്ന ഈ ഖൈബർ ഷേക്കൻ അതിൻ്റെ ലോഞ്ചേഴ്സിനും പലതരം ലോഞ്ചറുകളിൽ നിന്ന് അത് വിക്ഷേപിക്കാനാകും. അത് ഒരു കമേഴ്ഷ്യൽ ചേസിന് മുകളിൽ വെച്ച് അത് വിക്ഷേപിക്കാനാകും. ഒരു വാഹനത്തിൽ നിന്ന് വിക്ഷേപിക്കാനാകും. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക സംവിധാനങ്ങളുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ അത് അതിൻ്റെ ഒരു അറ്റാക്ക് വരുന്നു എന്നത് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ്. ഇത് നേരത്തെയും ഇറാൻ ഇസ്രായേലിലുള്ള മിലിറ്ററി ടാർഗറ്റ്സ് അറ്റാക്ക് ചെയ്യാനായി ഈ സോളിഡ് പ്രൊപ്പലൻ്റ് ഫ്യൂവലുള്ള ഈ ഖൈബർ ഷേക്കൻ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും മനു, ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, ഇത് ടെല്ലവീവിലേക്ക് ഇങ്ങനെ ഒരു മിസൈൽ പോയത് അത് ഇറാനിൽ നിന്നാണോ അതോ ലെബനോനിൽ നിന്നാണോ? ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇന്ന് ആക്രമണവും ഒക്കെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു വിട്ടത് എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഇതിൻ്റെ ഏത് പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണിത് വിട്ടതെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇത് ഇറാനകത്ത് നിന്ന് തന്നെ വിക്ഷേപിച്ചതാണ് എന്ന നിലപാട് അവർ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ ബാലിസ്റ്റിക് മിസൈൽ വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിൽ നമുക്ക് വ്യക്തതയില്ലാത്തത് ബെന്യാമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നാണ്. മാത്രമല്ല, ഇത് ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയെ വകവരുത്തിയതിനുള്ളൊരു പ്രതികാരം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇത് ശക്തമായ ഒരു ആക്രമണം തങ്ങൾ നടത്തുമെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഇതിനെ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയരും. ഏതായാലും പക്ഷേ സ്വാഭാവികമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നു. ബെന്യാമിൻ നെതന്യാഹു ആ സ്ഥാനത്തുണ്ടായിരിക്കാമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. പക്ഷേ ഓടി ഒളിക്കുന്നുള്ള ആ ഒരാളല്ല ബെന്യാമിൻ നെതന്യാഹു. അദ്ദേഹം പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ മുന്നിൽ നിന്ന് തന്നെ നയിക്കും എന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. സ്വാഭാവികമായും ഈ ആസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നോ അതോ ഏതെങ്കിലും ഇതുപോലെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നത്
എന്നത് തറപ്പിച്ച് തന്നെ ആ നിലപാടിൽ തന്നെ IRGC നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും UK മിലിറ്ററി ബേസ് സൈപ്രസിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ അവിടെ നിന്ന് ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങൾ കൂടി അവർ പുറത്തുവിടുന്നുണ്ട്. അത് UK മിലിറ്ററി ബേസ് യുണൈറ്റഡ് കിങ്ഡമിൻ്റെ സൈപ്രസിലുള്ള മിലിറ്ററി ബേസിലേക്ക് ഒരു ആക്രമണം നടത്തി. ഏറ്റവും ഒടുവിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി അപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും യുദ്ധത്തെ സംബന്ധിച്ച് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒരു വാർത്തയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ ഇസ്രയേൽ വധിച്ച ശേഷം പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വധത്തിന് ഉത്തരവ് നൽകിയ, അതിന് നേതൃത്വം നൽകിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തിന് തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ്റെ നേതാക്കളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇസ്രയേൽ പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ്, ആയുധശേഷിയിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയുമായി ചേർന്നാണ് ഈ യുദ്ധം നടത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഷിയിലായാലും അല്ലെങ്കിൽ ലോകത്തെ ഇൻ്റലിജൻസ് ശേഷിയിലായാലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ഇറാനെതിരെ ഇങ്ങനെ ഒരു യുദ്ധം നടത്തുമ്പോൾ ഇറാന് ഏത് തരത്തിൽ പിടിച്ചു നിൽക്കാനാവും എന്നുള്ള ആശങ്കകൾ സ്വാഭാവികമായും യുദ്ധത്തിൻ്റെയും ആയുധ ബലത്തിൻ്റെയും ഇൻ്റലിജൻസ് ശേഷിയുടെയും ഒക്കെ താരതമ്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെ പറയാൻ കഴിയില്ല. എത്ര വലിയ ശത്രുവിന് നേരെയും ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ വിജയിക്കാൻ തക്ക ശേഷിയുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമുള്ള ഒരു രാജ്യം കൂടിയാണ്. നൂറ്റാണ്ടുകളായി പോരാട്ട ചരിത്രമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അങ്ങനെ നിരന്തരമായ യുദ്ധത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ശീലം ഉള്ള ഒരു രാജ്യം കൂടിയാണ് എന്ന നിലയ്ക്കൊക്കെ അവർക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ കൂടി ലോകം കണ്ടിരുന്നു. അത് സ്വാഭാവികമായും ഇസ്രയേലും ആ തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി അത് ബെന്യാമിൻ നെതന്യാഹുവിന് നേരെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകളടക്കം വന്നിരുന്നു. അത് ഊഹിക്കാവുന്നത് ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് ഓഫീസിലുണ്ടായിരുന്നോ അതോ മാറിയോ? അദ്ദേഹത്തിന് എന്തായാലും ഔദ്യോഗിക വിമാനം കഴിഞ്ഞ ദിവസം ഏകദേശം 20 റൗണ്ടോളമാണ് അദ്ദേഹത്തിൻ്റെ വിമാനം ആകാശത്ത് 20,000 അടിക്ക് മേൽ സാധാരണ ഈ പറയുന്ന മിസൈലുകളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നതിന് മേൽ പറന്നിരുന്നത്. അതിൽ അദ്ദേഹം ഉണ്ടായിരുന്നോ അതോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കടന്നോ അതോ ഇനി ഇവിടെ തന്നെ ഇസ്രയേൽ തന്നെ മറ്റേതെങ്കിലും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം മാറിയോ അതോ ധൈര്യസമേതം ഓഫീസിൽ തന്നെ തുടർന്നോ? അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണത്തിൽ, ഈ മിസൈൽ ആക്രമണത്തിൽ ഖൈബർ ഷെക്കൻ ബാലിസ്റ്റിക്കൽ മിസൈലാണ്. അത് ഇറാനിൽ നിന്നാണോ ലെബനനിൽ നിന്നാണോ അവിടേക്ക് ടെല്ലവീവിലേക്ക് പറന്നുയർന്നതെന്ന് ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ മിസൈലുകൾ ആ ഓഫീസിൽ 2 ലക്ഷ്യങ്ങളിൽ വീണു എന്നുള്ളത് അവകാശപ്പെടുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സാണ്. ഇറാൻ്റെ സായുധ സേനയാണ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇറാൻ സായുധ സേന ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമുക്കതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഇനി അറിയേണ്ടത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.